പ്രാവശ്യം ഒരു അവതരണഗാനം ചെയ്തതിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടി നമ്മുടെ കുട്ടികളെ ഒരു 10 മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി അവർ മാറുന്നു എന്നുള്ളത്. 5 ലക്ഷം രൂപയാണ് ചോദിച്ചത്. എത്ര അഹങ്കാരം, പണത്തോടുള്ള ആർത്തി ഇവർക്ക് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്തായാലും ഈ സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഈ വിവാദങ്ങളും ചർച്ചയും ചുമ്മാ കുട്ടികളെ നിരാശപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചയൊന്നും വേണ്ട, അതൊന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് വെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാനങ്ങ് പിൻവലിക്കുകയാണ്. അതോടുകൂടി എല്ലാ ചർച്ചയും അവസാനിച്ചോട്ടെ. നമസ്കാരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അടുത്ത മാസം തലസ്ഥാനത്ത് തിരശീല ഉയരുന്നതിന് മുൻപേ വിവാദത്തിന് തിരികൊളുത്തി കഴിഞ്ഞു. തുടക്കമിട്ടത് മറ്റാരുമല്ല, വിദ്യാഭ്യാസ മന്ത്രി തന്നെ. സ്വാഗതഗാന നൃത്താവിഷ്കാരം പരിശീലിപ്പിക്കാൻ കലോത്സവത്തിലൂടെ പ്രശസ്ത നടിയായി മാറിയ അഭിനേത്രി 5 ലക്ഷം രൂപ ചോദിച്ചത് അഹങ്കാരമെന്ന് പറഞ്ഞതിനെ സൈബർ ഇടങ്ങൾ വിമർശിച്ച് ആഘോഷിച്ചു. ഒടുവിൽ പ്രസ്താവന തന്നെ പിൻവലിച്ച മന്ത്രി തലയൂരി. ചോദ്യങ്ങൾ 3. കലാകാരന്മാർക്ക് വിലയിടുന്നത് ഈ തരത്തിലാണോ? വിദ്യ അഭ്യസിപ്പിക്കുന്നവർക്ക് പ്രതിഫലം ചോദിക്കാൻ അർഹതയില്ലേ? 2. കലാകാരിയെ അഹങ്കാരി, പണത്തിനാർത്തി എന്ന് പരസ്യമായി വിളിച്ചതിന്റെ കേടുപാടുകൾ പ്രസ്താവന തിരുത്തിയാൽ തീരുമോ? ഇനി 3. പല കാരണങ്ങൾ കൊണ്ട് കലോത്സവത്തിന് ഫണ്ട് കുറവാണെന്ന് സർക്കാർ തന്നെ ആവർത്തിച്ചതാണ്. അത് മനസ്സിലാക്കുന്ന കലാകാരന്മാർ വേണമെന്നാണ് മന്ത്രി ഉദ്ദേശിച്ചതെങ്കിൽ എന്തിനാണ് പിന്നെ വിമർശനങ്ങളിൽ അദ്ദേഹം പ്രസ്താവന പിൻവലിച്ചത്? പരിശോധിക്കുന്നു ഈ 1 മണിക്കൂർ. സ്വാഗതം. പാനലിൽ ചേരുന്നു നർത്തകയും നൃത്താധ്യാപികയുമായ കലാമണ്ഡലം സത്യഭാമ, നൃത്താധ്യാപകൻ കൂടിയായ ശ്രീ ബാബു മാസ്റ്റർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫോ മല്ലു അജു, ഒപ്പം നർത്തകി ബിജുല ബാലകൃഷ്ണനും നമുക്കൊപ്പം ചേരും. ആദ്യം ശ്രീമതി കലാമണ്ഡലം സത്യഭാമ, പ്രതിഫലം ഒരു നടി ചോദിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ, ഈ വിവാദങ്ങളിന് വേണ്ട, ഈ ചർച്ചകളൊന്നും വേണ്ട എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ചോദ്യം ബാക്കിയാവുകയാണ്. കലോത്സവ വേദികളിലൂടെ വളർന്ന ഒരു നടി പ്രതിഫലം ചോദിച്ചു പോയാൽ അഹങ്കാരിയും പണത്തിനാർത്തിയും ഉള്ളവളായി മാറുമോ? ആദ്യമേ തന്നെ നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് കലാപരമായ സ്ഥാപനങ്ങളുണ്ട്. പ്രൈവറ്റും ഉണ്ട്, ഗവൺമെൻറ്റും ഉണ്ട്, പല തരത്തിലുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് തലത്തിലുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു ആണെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞ് നമ്മൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഗവൺമെൻറ് സ്ഥാപനത്തിൽ തന്നെ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് പോലും ഇപ്പോൾ കലാകാരി എന്നുള്ള കലാകാരന്മാർക്കൊന്നും ഒരു ജോലി സാധ്യതയില്ല. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കലാകാരന്മാർ, ഇപ്പോൾ ഞാനൊക്കെ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ 4 ഇയറും കൂടെ 12 കുട്ടികളെ ഉള്ളായിരുന്നു. ഇന്ന് ആ കുട്ടികൾ 120 കുട്ടികൾ ഒരു വർഷം ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അല്ലെങ്കിൽ ഏകദേശം അതിൻ്റെ അടുത്ത് വരുന്നത്. ഒരു ജോലി സാധ്യതയില്ലാത്ത കലാകാരന്മാർ എങ്ങനെ ജീവിക്കുന്നു എന്നും കൂടി ഗവൺമെൻറ് അറിഞ്ഞിരിക്കണ്ടേ? പിന്നെ ഇപ്പോഴത്തെ വിവാദം എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ നടി എന്ന് പറയുന്നു. ആ കുട്ടി ഇപ്പോൾ എന്നെ പോലെയൊന്നും പഠിച്ച ഒരു കുട്ടിയല്ല, ഒരു സ്ഥാപനത്തിൽ പഠിച്ചതല്ല, ഇൻഡിവിജ്വലായിട്ട് ഓരോ ഗുരുക്കന്മാരെടുത്ത് പഠിച്ച ഒരു നർത്തകി ആയിരിക്കും. സിനിമയിലൊക്കെ പോയിട്ടുള്ള മിക്കവരും അങ്ങനെയാണ്. അതായത് മലയാളി നടികളെ ഞാൻ പറയുന്നത്, പലരും നമുക്കറിയാം നൃത്തം ചെയ്യുന്ന നടികൾ, അവരെല്ലാം ഇൻഡിവിജ്വൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഗുരുകുല അഭ്യാസം പഠിച്ചവരല്ല, സ്ഥാപനങ്ങളിൽ അല്ലാതെ പഠിച്ചവരാണ്. അപ്പോൾ എങ്ങനെ പഠിച്ചാലും അവർ കാശ് മുടക്കി പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. പിന്നെ അവരുടെ റൈറ്റ് ഒരു എനിക്ക് ഇത്ര എമൗണ്ടാണ് എന്ന് അവർ പറയുമ്പോൾ അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതെന്തല്ല, അതിന് അഹങ്കാരം എന്ന് വാക്ക് അവിടെ ഉച്ചരിക്കുന്നത് ശരിയല്ല. ഇപ്പം ഞാനായാലും എൻ്റെ ഒരു ചാർജ് ഞാൻ പറയും, അതിപ്പോൾ എല്ലാ കലാകാരന്മാരും പറയുന്ന, പിന്നെ നമുക്ക് സംസാരിച്ച് അത് കുറയ്ക്കാം. എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. പരസ്യമായിട്ട് കലാകാരന്മാരെ അധിക്ഷേപിക്കുന്ന ഈ ഒരു സംവിധാനം ശരിക്കും പറഞ്ഞാൽ വേദനാകരമാണ്. അത് യാതൊരു സംശയവുമില്ല. എല്ലാവരും അവരവരുടെ റേറ്റ് പറയും. പിന്നെ സിനിമയിൽ പോയിട്ടുള്ളത് കൊണ്ടായിരിക്കും ആ കുട്ടി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. അല്ല, നമ്മൾ പുറത്തൊരാളേൽ കൊടുത്താൽ ചിലപ്പോൾ ഈ ഗവൺമെൻറ് തലത്തിൽ തന്നെ അത് കുറച്ചേ കൊടുക്കുള്ളൂ. സിനിമാക്കാർക്ക് ഇവർ കൊടുക്കുന്നുണ്ടല്ലോ.
പക്ഷേ ഇപ്പോൾ 5 ലക്ഷം ആയാലും 10 ലക്ഷം ആയാലും എത്ര ലക്ഷം ആയാലും കുട്ടികൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സിനിമയിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാർക്കറ്റ് കൂടുതലാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സീരിയൽ സിനിമ ഇപ്പോൾ ഞങ്ങളെ പോലുള്ളവരെക്കാട്ടിലും കാശ് കൂടുതലും മേടിക്കുന്ന സിനിമാക്കാർ നർത്തകിമാർ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ അവരുടെ റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് യാതൊരു സംശയം. സ്വാഗതഗാനം 7 മിനിറ്റുള്ള നൃത്താവിഷ്കാരം പരിശീലിപ്പിക്കാൻ 5 ലക്ഷം രൂപ എന്നാണ് പറഞ്ഞത്. ആ 5 ലക്ഷം എന്ന് പറയുന്നത് അതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട്, ഒരു സിനിമാ നടി ആയതുകൊണ്ട്, അതല്ലാതെ ഇതൊരു കുട്ടികളുടെ പ്രോഗ്രാമാണല്ലോ. ആ 5 ലക്ഷം രൂപ കൂടിപ്പോയോ? ഒരിക്കലും കൂടിയെന്ന് ഞാൻ പറയില്ല. എന്താ പറയുക, അവിടെ അല്ലാതെ തന്നെ എത്ര ചിലവ് വരുന്നുണ്ട്. ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇതേപോലെ യുവജനോത്സവ കാര്യങ്ങൾ ഞാൻ സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അനാവശ്യമായ ഒരുപാട് ചിലവ് നമ്മുടെ യുവജനോത്സവത്തിൽ നമ്മൾ പൊടിച്ചു വരുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ട് തന്നെ എത്ര 45 വർഷത്തിൽ കൂടുതലായ ഒരാളാണ് ഞാൻ. മത്സര സ്പോർട്ടിലും ഈ പ്രോഗ്രാമായിട്ടും കലയായിട്ടും കൊണ്ടു നടന്ന് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ് ഞാൻ. അപ്പോൾ എനിക്കിതെല്ലാം അറിയാം. ചിലവ് അവിടെ പ്രസരമായിട്ട് നടക്കുന്ന ഒരു വേദി തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും എത്രയോ കുട്ടികൾ അവിടെ ഈ കൂപ്പൺ എടുത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, അവിടെ എത്രയോ വേസ്റ്റായിട്ട് കളയുന്നുണ്ട്. അത് ചിലവല്ലേ, എല്ലാം ചിലവ് തന്നെയാണ്. അപ്പോൾ ഒരു പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ യാതൊരു മടി കൂടാതെ കൊടുത്തേ വരും. അല്ലെങ്കിൽ അവളെ കട്ട് ചെയ്തേക്കണം, കട്ട് ചെയ്ത് വേറെ ആളെ കൊടുക്കുക, അതല്ലേ ചെയ്യേണ്ടത്. അല്ല കലാകാരന്മാരായാലും ആ കുട്ടി നേരെ പഠിച്ചോ പഠിച്ചില്ലേ, അല്ലെങ്കിൽ ആ കുട്ടി ചെയ്യുന്നുണ്ടോ, സ്വാഗതഗാനം എന്നുള്ളതല്ല, അതെന്താ കൽപ്പിച്ചെടുക്കണ്ടേ കുട്ടികളെ. ഏത് ആർട്ട് ഫോമിനും അതിൻ്റേതായ ഒരു മാന്യത കൽപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കണം. അതെന്താ കഴിയാത്ത? അവിടെ പൈസയല്ല. 5 ലക്ഷം ഒന്നും ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒന്നുമല്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇതൊരു 10-20 കൊല്ലം മുമ്പ് വേറെ 500 രൂപയുടെ കേസാണ് ഇപ്പോൾ 5 ലക്ഷം. അതും നമ്മളെല്ലാവരും 7 മിനിറ്റല്ലേ ഉള്ളൂ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കട്ടിൽ ചെറുതാണെങ്കിലും 4 വേണ്ടേ? അത് സംശയമില്ല. 3 കാലിൽ കട്ടിലിൽ കിടക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പോൾ 7 മിനിറ്റായാലും 70 മിനിറ്റായാലും പൈസ കൊടുക്കുന്നത് അങ്ങനെ തന്നെ. അപ്പോൾ ഞങ്ങൾ ഉദാഹരണത്തിന് ഞങ്ങൾ കുട്ടികൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നു. ഒരു കുട്ടിക്ക് ഇത്ര രൂപ വെച്ചാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മേടിക്കുന്നത്. അപ്പോൾ അവർ പറയണത് എന്താ അറിയോ, ടീച്ചറെ കുട്ടികൾ അപ്പോൾ ഞാൻ കുറച്ച് കുട്ടികളേ ഉള്ളൂ, അപ്പോൾ പൈസ എങ്ങനെയാണ് ടീച്ചറെ? ഞങ്ങൾ എങ്ങനെയായാലും അവിടെ വരെ വരണ്ടേ. അപ്പോൾ 5 കുട്ടിക്ക് ചെയ്താലും 10 കുട്ടിക്ക് ചെയ്താലും പൈസ ഒരുപോലെയാണ് എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലുള്ളവരും പറയുന്നുണ്ട്. പിന്നെ ഈ നർത്തകിക്ക് മാത്രം അല്ലെങ്കിൽ ഈ സിനിമാ നടിക്ക് മാത്രം എന്താ പ്രത്യേകത? ആ കുട്ടിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റൂ, അത് സംശയമൊന്നുമില്ല. ഓക്കെ, ഒരു കാര്യം കൂടെ, സെലിബ്രിറ്റികളെ കൊണ്ടുവരണം, ഇത് ഒരു ജനശ്രദ്ധ ആകർഷിക്കാൻ. ആ ഒരു വിഷയം കൊണ്ട് കൂടിയാണ് സിനിമാക്കാരെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ അതാണ്, എന്തുകൊണ്ട് മറ്റുള്ള നർത്തകിമാരെ വിളിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ സെലിബ്രിറ്റികളെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ സെലിബ്രിറ്റികൾക്കും അത്തരമൊരു ധാർമ്മിക ഉത്തരവാദിത്തം സമൂഹത്തിനോടില്ലേ? അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ സാധാരണക്കാർ ഇപ്പം എന്നെ വിട്, ഇപ്പോൾ ഈ പറഞ്ഞ നടിയല്ലാതെ സാധാരണക്കാർ ഇപ്പോൾ ഈ സിനിമാക്കാർ ഒരുവിധം കുറച്ച് മെച്ചപ്പെട്ടൊക്കെ ജീവിക്കുന്നവർ തന്നെയാണ്. കുറച്ച് ദിവസം അവർ സിനിമയിൽ നിന്ന് മാറി നിന്നാൽ പോലും അവർ ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ അവർക്ക് ഉദ്ഘാടനത്തിന് പോയി, അതിന് പോയി, ഇതിന് ഞങ്ങളെയൊക്കെ ആരെ വിളിക്കുന്നത്? അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ കുറേ എൻ്റെ ജൂനിയേഴ്സായിട്ടുള്ള കുറേ പേര്, അല്ലെങ്കിൽ എൻ്റെ സീനിയേഴ്സായിട്ടുള്ള കുറേ അറിയപ്പെടാതെ കിടക്കുന്ന കുറേ കലാകാരന്മാരുണ്ട്. അല്ലെങ്കിൽ ഈ ബ്രേക്ക് ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കണ്ടംപററി ഡാൻസ്, എല്ലാ മേഖല ഡാൻസുകളിലും ഉണ്ട്. അപ്പോൾ ഈ വക ഇങ്ങനത്തെ ചില പക്കാ ക്ലാസിക്കൽ ഒരു സ്വാഗത നൃത്തം പാട്ടിന് പക്കാ ക്ലാസിക്കൽ കളിക്കാറില്ല. എല്ലാം കൂടെ ഒരു അവിയൽ ഒരു നൃത്തം, അതാണ് ജനങ്ങൾക്ക് ഇഷ്ടം, അത് സംശയമൊന്നുമില്ല. അപ്പം അങ്ങനെ കുറച്ച് സാധാരണക്കാർക്ക് കൊടുക്കാത്ത എന്താ? ഈ സിനിമാ നടികളെയൊക്കെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അല്ലാത്തവർക്ക് ജീവിക്കണ്ടേ? ഇപ്പോൾ പൊതുവെ ക്ലാസ്സുകളും ഇപ്പോൾ നമ്മൾ പണ്ട് ഞാൻ തൃശ്ശൂർക്കാരിയാണ്, തിരുവനന്തപുരത്ത് വരുമ്പോൾ അപ്പൊ അതിന്റെ ഒരു ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സെലിബ്രിറ്റികളെ വിളിക്കുന്നു എന്നാണ്. അതാണ്. അപ്പൊ പൈസ കൊടുക്കൂ. സെലിബ്രിറ്റികളാകുമ്പോൾ പൈസ കൂടും. ഞങ്ങളിപ്പോൾ സാധാരണക്കാരാണെങ്കിൽ ചിലപ്പോൾ 2 ലക്ഷത്തിന് അല്ലെങ്കിൽ 1 ലക്ഷത്തിന് 1.5 ലക്ഷത്തിന് ചിലപ്പോൾ ചെയ്തു കൊടുത്തുനിന്ന് വരും. അവർ സെലിബ്രിറ്റി അന്വേഷിച്ച് പോകുമ്പോൾ 5ഉം 10ഒക്കെ ചോദിക്കും. അപ്പോൾ അത് അഹങ്കാരമായിട്ട് കൂട്ടുന്നത് അതൊരു ബാലിശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം ശ്രീമതി കലാമണ്ഡലം സത്യഭാമ. ശ്രീ ബാബു മാസ്റ്റർ, കലാകാരന്മാർക്കും ഒരു ധാർമ്മിക ഉത്തരവാദിത്തമില്ലേ? ചെറിയ കുട്ടികളുടെ ഒരു കാര്യമല്ലേ? അതിൽ വേദന തോന്നി എന്നാണ് ആ ചടങ്ങിൽ പങ്കെടുത്ത സിനിമാ നടൻ സുധീർ കരമന അടക്കം മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചത്. അങ്ങനെ ഒരു വിഷയം ഇതിനകത്തുണ്ടോ? അതായത് സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത് സർക്കാരിന് എന്തെങ്കിലും വരുമാനം നേടിത്തരുന്ന ഒന്നുമല്ല. അപ്പോൾ അത്തരം ഒരു ധാർമ്മികത കലാകാരന്മാർക്കും കാണിച്ചുകൂടെ എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും അത് കാണിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ മാതിരി സിനിമാ താരത്തിൻ്റെ പുറകെ പോകുമ്പോഴത്തേക്കും അവർ ആ പൈസ ചോദിക്കും. ഇപ്പോൾ എന്നെ മാതിരി ഞാൻ ഒരു 38 വർഷമായി ഞാൻ ഈ ഡാൻസ് ഫീൽഡ് വന്നിട്ട് നിറയെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു രൂപ ചിന്തിക്കാൻ ഒക്കത്തില്ല. ഞങ്ങളുടെ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എത്ര എന്താ പറയുക എത്ര സ്റ്റേജ് ഷോസോ അല്ലെങ്കിൽ എത്ര മൂവീസ് ഞാൻ നിറയെ മൂവി ചെയ്ത ആളാണ്. ഞാൻ ഡാൻസ് മാസ്റ്ററായിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഫിലിംസ്, തമിഴും മലയാളവും എല്ലാം. പക്ഷേ നമ്മുടെ ഒന്നും ഒരിക്കലും ഇങ്ങനൊരു റേറ്റ് ആരും വിളിക്കത്തില്ല. പക്ഷെ അവർക്കൊരു ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് തോന്നുന്നു അവർക്കൊരു വാല്യൂ ഉണ്ടല്ലോ. അതായത് ഞങ്ങൾ ചെയ്താൽ ഇത്ര വേണം ഒരു ചോദിക്കുന്നതിൽ വേറെ കുറ്റം തോന്നുന്നില്ല. പ്രത്യേകിച്ച് അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ചോദിക്കും. പക്ഷെ ഞങ്ങളുടെ മാതിരി ഇപ്പോൾ ടീച്ചർ പറഞ്ഞ മാതിരി ഞങ്ങളുടെ മാതിരിയുള്ള മാസ്റ്റേഴ്സിനൊന്നും ഒരിക്കലും ഈ തുക ഇപ്പോൾ എന്നെ വിട്ടേക്കാം. ഇപ്പോൾ എന്നൊക്കെ പകരമായിട്ട് കേരളത്തിനകത്ത് പല ഭാഗങ്ങളിലും നിറയെ മാസ്റ്റർമാരുണ്ട്. ഇപ്പോൾ സെമി ക്ലാസിക്കലായാലും അല്ലെങ്കിൽ ഫോക്ക് ടൈപ്പ് ആയാലും ഇപ്പോൾ സ്വാഗത നൃത്തം എന്ന് പറയുമ്പോൾ എല്ലാം മിക്സിങ് തന്നെയാണ്. അത് പ്യുവർ ക്ലാസിക്കൽ തന്നെ ആയിരിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് അവർക്ക് എഫർട്ട് ഓക്കെ. പക്ഷേ 5 lakhs എൻ്റെ കണക്കിൽ ഞാൻ പറഞ്ഞത് എൻ്റെ ഇൻഡിവിജ്വലാണ്. 5 lakhs കൂടുതൽ തന്നെയാണ്. അവർക്കൊരു മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ മാതിരി വേണമെങ്കിൽ കുറച്ച് ചിലപ്പോൾ കുറയ്ക്കുമെന്ന് വിചാരിച്ച് കാണും. ഇപ്പോൾ 5 ചോദിക്കുമ്പോൾ ചിലപ്പോൾ 3 രൂപ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ, അല്ലാതെ അറിയില്ല. സാധാരണ ഇപ്പോൾ നേരത്തെ സത്യഭാമ ടീച്ചർ പറഞ്ഞതുപോലെ അങ്ങനെ കലാകാരന്മാരും സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു സെലിബ്രിറ്റി അല്ലാത്ത ഒരു നൃത്ത അധ്യാപകനായിരുന്നില്ല എത്ര രൂപ വരുമായിരുന്നു 7 മിനിറ്റുള്ള ഈ സ്വാഗതഗാന നൃത്താവിഷ്കാരത്തിന്? എൻ്റെ അറിവിൽ ഞാൻ നിറയെ ഡാൻസ് സ്കൂളുമായിട്ട് ബന്ധമുള്ള ആളാണ്. എൻ്റെ അറിവിൽ 1 ലക്ഷം രൂപ തന്നെയാണ് മാക്സിമം. കാര്യം ഞാൻ നിറയെ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലാസിക്കലിൻ്റെ ആളല്ല, ബട്ട് ഞാൻ എൻ്റെ അസിസ്റ്റൻസ് വെച്ച് കൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ കൂടെ നിന്ന് തന്നെ ചെയ്യിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് 1 ലക്ഷം രൂപ ഞങ്ങളുടെ വലിയ തുകയായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാര്യം ഈ പറഞ്ഞ 7 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് മാക്സിമം ഒരു 5 days എല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരുവിധം കളിക്കുന്ന കുട്ടികളായിരിക്കുമല്ലോ വരുന്നത്. നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടി വരുന്നില്ല. അവർ കറക്റ്റ് നമ്മളൊരു ഫോം ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. 1 ലക്ഷം രൂപ തന്നെയാണ് എൻ്റെ കണക്കിൽ എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ ചോദിക്കാൻ നമുക്ക് പേടിയായിരിക്കും. 1 ലക്ഷം രൂപ തരുമോ എന്നുള്ളൊരു പേടിയാണ് നമുക്ക് വരുന്നത്. കാര്യം മാക്സിമം കുറയ്ക്കാനേ ശ്രമിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഈ സ്കൂളിൻ്റേത് മാത്രമല്ല. ഇപ്പോൾ നമുക്കൊരു മൂവി കിട്ടിയാൽ പോലും വെളിയിൽ നിന്നൊരു മദ്രാസിൽ നിന്നുള്ള ഒരു മാസ്റ്റർ ഒന്ന് ചെയ്യുന്ന പൈസയുടെ 4 ചോദിച്ചാൽ പോലും കുറേ വണ്ടിച്ചൊക്കെ എനിക്ക് ഇപ്പോഴും വീട്ടിയിരിപ്പുണ്ട്. അതിൻ്റെ 1 ലക്ഷം രൂപ ഞാൻ മാക്സിമം പ്രതീക്ഷിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് ചോദിക്കാൻ ഒക്കത്തുള്ളൂ. ഞാൻ ഒരു ഡീറ്റെയിൽ കൂടെ ഇപ്പോൾ 5 ദിവസമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള കുട്ടികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കൂടുതൽ ഡാൻസ് എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളായിരിക്കും, ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പഠിപ്പിച്ചെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വരില്ല. 5 ദിവസം കൊണ്ട് ഈ 7 മിനിറ്റ് ചിട്ടപ്പെടുത്താൻ പറ്റും അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ ഒരു സെനാരിയോ. അതെ, ഞാൻ ഇത്രയും കളിച്ചത് അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു ഗൾഫ് ഷോസ് ആയാലും അല്ലെങ്കിൽ ഒരു എങ്ങനെ ഏത് ഷോ ആയാലും നമുക്ക് കിട്ടുന്ന മാക്സിമം 3 days കിട്ടുന്നത്. ഇപ്പോൾ മൂവി പോലും നമുക്ക് കിട്ടുന്ന അറിയാമല്ലോ. നമുക്ക് മിക്കവാറും 2 days മുന്നേ ആയിരിക്കും നമുക്ക് ഈ പാട്ട് കിട്ടുന്നത്. തലേദിവസം ചിലപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ കിട്ടി ബാക്കി നമ്മൾ അവിടെ ചെയ്യുന്നത്. അത് ഞാൻ മൂവിയുടെ സൈഡാണ് പറഞ്ഞത്. സ്റ്റേജിലെ ഒരു 5 days ധാരാളമാണെന്ന് തോന്നുന്നു. കാര്യം കളിക്കുന്ന കുട്ടികളായതുകൊണ്ട് ഇപ്പോൾ എക്സ്പീരിയൻസ് ആയ ടീച്ചർമാരാണെന്നുണ്ടെങ്കിൽ 5 days ധാരാളമാണ്. ഞങ്ങളുടെ ഗൾഫ് ഷോസൊക്കെ ചെയ്യുന്ന 2 days 3 daysനകത്ത് തന്നെ 2-3 ഡാൻസ് ചെയ്ത് തീർക്കുന്നത്. ഇത് പിന്നെ സ്വാഗതം നിർത്താകുമ്പോൾ കുറച്ചുകൂടെ കളർഫുൾ ആയിരിക്കണം, കുറച്ച് പ്രോപ്പർട്ടീസ് വേണം, അങ്ങനെ കുറേ ഇതുണ്ട്. കാര്യം സാധാരണ നമ്മുടെ സ്റ്റേജ് ഷോസ് പോലെ ആയിരിക്കത്തില്ല. തുടക്കമേ ഒരു ഭംഗിയാക്കാനായിട്ട് എന്നാലും 5 days മതിയാവും. അല്ല ശരി. അപ്പോൾ ഞാൻ ആ കണക്ക് ചോദിച്ചത്, അപ്പോൾ 5 ദിവസം മാത്രം മതി. 5 ദിവസത്തിനുള്ളിൽ ഇത് പഠിപ്പിക്കാൻ പറ്റും. 1 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷത്തിന് താഴെ ഈ തരത്തിലുള്ള ഒരു ചാർജ് വരുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും കലോത്സവമാണ്. മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങൾ പോലും ആ പരിപാടിക്കൊക്കെ വരുന്നത് പ്രതിഫലമൊന്നും ചോദിക്കാതെ വന്ന് ആണ് മണിക്കൂറുകളോളം ആ പ്രധാന ചടങ്ങിലൊക്കെ ഇരുന്നിട്ട് പോകുന്നത്. അപ്പോൾ അത് മന്ത്രി പ്രതീക്ഷിക്കുന്നു. അതല്ല ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിമർശനം ഉണ്ടാകുന്നു. മന്ത്രി പറഞ്ഞത് അപ്പോൾ ശരിയാകുന്നില്ലേ? ഏറെക്കുറെ അങ്ങനെ തന്നെ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 5 days അവർ പ്ലാൻ ചെയ്താൽ പോലും പെർ ഡേ 1 lakh ഉദ്ദേശിച്ച് കാണണം ചിലപ്പോൾ. പക്ഷേ കലോത്സവത്തോടെ വന്ന ഒരാൾ എന്ന നിലയ്ക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക പൈസയ്ക്ക് കുറച്ചുകൂടെ കടുംപിടുത്തം പിടിക്കാതിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത്. അല്ലാതെ പ്രത്യേകിച്ചൊരു എന്താ പറയുന്ന ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഒരു ടീച്ചർ അല്ലെങ്കിൽ അവർ കുറേ സ്കൂൾ നടത്തുന്ന ആളാണ്, അവർ അറിയപ്പെടുന്ന ഒരു ഫിലിം സ്റ്റാർ ആണെങ്കിൽ മേ ബി. പക്ഷേ ഇവരും ഈ വഴി കൂടെ തന്നെ വന്ന ആളല്ലേ. അപ്പോൾ ആ സ്ഥിതിക്ക് കുറച്ചുകൂടെയൊക്കെ ചെയ്യാമെന്ന് തോന്നുന്നു. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം. ഇൻഫോമല്ലോ അജു, അതാണ് ഒരു വിഷയം. വലിയ തരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ മന്ത്രിയുടെ പരാമർശത്തിനെതിരെ ഉണ്ടാകുമ്പോഴും
ഇങ്ങനെ ഇത് നൃത്തം പഠിപ്പിക്കുന്നവർ തന്നെ പറയുന്ന ഒരു വിഷയമുണ്ട്. സെലിബ്രിറ്റി ആണോ തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇത് ഏത് സെലിബ്രിറ്റിയാണ് തിരഞ്ഞെടുത്തത്? കലോത്സവത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു നടി, കലോത്സവത്തിലൂടെ ആ കലോത്സവ വേദികളിലൂടെ വളർന്നു വന്ന ഒരാൾ, അതായത് ഒരു സാധാരണ ഒരു സിനിമാ താരമല്ല, മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലൂടെ സിനിമയിലേക്ക് വന്ന ഒരാളല്ല. കലോത്സവത്തിന്റെ ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളും എല്ലാം അറിഞ്ഞുകൊണ്ട് അതിൽ ടാലന്റ് വ്യക്തമാക്കി അങ്ങനെ വന്ന ഒരാൾ കുറച്ചുകൂടെ ഇത് തിരിച്ചറിയും, ഇതാണല്ലോ ഇവിടെ നടക്കുന്നത് തിരിച്ചറിയും എന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി കരുതിപ്പോയി. അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത് എന്നറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫണ്ട് കുറവാണ് സർക്കാരിന് എന്നുള്ള വിഷയം അത് നിരാശപ്പെടുത്തുന്നു. ഒരുപക്ഷെ നിരാശയിൽ നിന്നുണ്ടായിരുന്ന ഒരു വിമർശനമാകാം. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല? ആ, പറഞ്ഞോളൂ. ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് പറയുന്നത് ആര് പണിയെടുത്താലും അവർക്ക് ശമ്പളം ചോദിക്കാനായിട്ടുള്ള അവകാശം. ഇവരെ സംബന്ധിച്ച് ഇവരെ ഒരു പരിപാടിക്ക് വിളിക്കുന്ന സമയത്ത് ഇവർ ഇത്ര രൂപ വേണം എന്ന് പറയുകയാണ്. അതിനകത്ത് കേരള ഗവൺമെന്റ് ശിവൻകുട്ടി അടക്കം മന്ത്രിമാർക്കും ഒക്കെ അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട വകുപ്പിനും ഒക്കെ ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതായത് അവർക്ക് വേണമെങ്കിൽ മാത്രം ഈ നടിയെ വിളിച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി മുൻപോട്ട് വെക്കുന്ന ഒരു ആശയം അല്ലെങ്കിൽ മുൻപോട്ട് വെക്കുന്ന ഒരു കാര്യം, അദ്ദേഹം പറയുന്നത് കലോത്സവത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ വളർന്നു വന്ന ഒരു നടിയെന്നാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ പോലും കലോത്സവത്തിൽ ആ ഒരു നടി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരെ വീട്ടിൽ പോയി വിളിച്ചോണ്ട് വന്നതൊന്നുമല്ല, അവര് തന്നെ വന്ന് പങ്കെടുത്ത് അവർക്ക് കഴിവുള്ളത് കൊണ്ട് അവർ വിജയിച്ച് മുന്നോട്ട് കയറി വന്നതാണ്. കലോത്സവത്തിൽ പങ്കെടുത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കലോത്സവത്തിൽ കൂടെ മുൻപോട്ട് വന്ന അവസരങ്ങൾ കിട്ടിയ മത്സരിച്ച്, അതിപ്പോ ഏറ്റവും താഴെ സ്കൂൾ ലെവൽ മുതൽ സംസ്ഥാന ലെവൽ വരെ മത്സരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരാരും വലിയ ആൾക്കാരായിട്ടൊന്നുമില്ല. കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയിച്ച പലരും ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പരാജയപ്പെട്ടു പോയ പലരും പിന്നീട് ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ആ പറയുന്ന നടി, ആ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ അവർ കയറി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അധ്വാനം കൊണ്ടാണ്. അപ്പോ അവർക്ക് നിലവിൽ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ വ്യക്തി, ആ നടിയെ സംബന്ധിച്ച് അവർക്ക് പറയാം, നിലവിൽ ഞാനൊരു പരിപാടിക്ക് പങ്കെടുക്കണമെങ്കിൽ എനിക്ക് ഇത്ര രൂപ വേണം എന്ന് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതേസമയം നിങ്ങൾ പറയുന്ന പണം കൂടുതലാണെങ്കിൽ നിങ്ങൾ വരണ്ട, നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഗവൺമെന്റിനുമുണ്ട്. പക്ഷേ ഇതൊരു പൊതുമധ്യത്തിലേക്ക് ഒരു സംസാര വിഷയമാക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പൊ ഈ പറയുന്ന നമ്മളിപ്പോ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിയെ പറ്റി പറയുമ്പോൾ, ഈ മന്ത്രി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളല്ലേ, അദ്ദേഹവും ജനത്തിന്റെ പണം വാങ്ങുന്ന ഒരാളാണ്. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ പരിശോധിച്ച സമയത്ത് നമ്മൾ കണ്ടൊരു കാര്യമുണ്ട്. ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും ഒക്കെ അവരുടെ ചികിത്സാ ചെലവിനായിട്ട് വഹിക്കുന്ന ചെലവ് അല്ലെങ്കിൽ തുകയൊക്കെ അവരൊക്കെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. അപ്പൊ അവരൊക്കെ ശമ്പളം വാങ്ങുന്നുണ്ട്, മറ്റു ചെലവുകൾ വഹിക്കുന്നുണ്ട്. അങ്ങനെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനം കൊണ്ട് കയറി വന്നവർക്ക് പൈസ മേടിക്കരുത് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശമ്പളം മേടിക്കാതെ വർക്ക് ചെയ്യണം എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ആദ്യം വിദ്യാഭ്യാസ മന്ത്രിയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ പറയുന്ന നടിയെ പറ്റി നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ, ഇവര് വരണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ പണം മേടിച്ച ശേഷം അല്ലെങ്കിൽ ഇവരെ വിളിച്ച ശേഷം ആ ഒരു വേദിയിൽ വന്നിട്ട് ആ വേദി തല്ലിപ്പൊളിക്കുകയാണെങ്കിൽ പൊതുമധ്യത്തിൽ വന്ന് പറയാനായിട്ടുള്ള അവകാശം മന്ത്രി. ഇപ്പൊ അവര് മാന്യമായിട്ട് അവരൊരു തുക പറയുന്നു, അദ്ദേഹം കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മതി, പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. അജു, അല്ല, അതിനോടൊന്ന് ചോദിച്ചോട്ടെ, കലോത്സവ വേദികളിലൂടെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോം നൽകുന്ന പ്രോത്സാഹനമുണ്ട്, അതിൻ്റെ ഒരു വളർച്ചയുണ്ട്, ആ ഒരു തെളിച്ചമൊക്കെ ഉണ്ട്. അത് കലോത്സവ വേദികളിലൂടെ വന്ന് മലയാള സിനിമയിലെത്തിയ, കലോത്സവ വേദികളിലൂടെ നിറഞ്ഞു നിന്നതുകൊണ്ട് മലയാള സിനിമയിലേക്കുള്ള എൻട്രി എളുപ്പമായിട്ടുള്ള ഒരുപാട് താരങ്ങളുണ്ട്. അതായത് ഒന്നും അത് ബൂസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയില്ല. കലോത്സവത്തിന് ഏത് തരത്തിലുള്ള പ്രോത്സാഹനമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ വർഷങ്ങളായി കിട്ടുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് പലർക്കും ഒരു വികാരം കൂടിയാണ് കലോത്സവം. ഏതെങ്കിലും ഒരു കാലത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായവർക്ക് എത്രയോ വർഷം കഴിഞ്ഞാലും ആ കലോത്സവ ഭാഗങ്ങളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ആ തരത്തിലുള്ള ആ ഒരു ഗൃഹാതുരത്വവും ആ ഒരു അടുപ്പവും ഒക്കെ തോന്നാണ്. അങ്ങനെ ഒരു വൈകാരികപരമായിട്ടുള്ള ഒരു ധാർമ്മികത കൂടി ഇതിനകത്ത് കാണിച്ചേക്കും ആ നടി എന്ന് മന്ത്രി പ്രതീക്ഷിച്ചു പോയിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ അത്തരം ഒരു ധാർമ്മികതയൊക്കെ കാണിക്കേണ്ട ബാധ്യത കലാകാരന്മാർക്ക് കുറച്ചൊക്കെ ഇല്ലേ? ഇല്ല, ബാധ്യത എന്നതിലുപരി അവരെ സംബന്ധിച്ചിപ്പം നമ്മളിപ്പോ പല നടിമാരെ പറ്റി പേരുകളൊക്കെ കേൾക്കും. മുമ്പ് ഞാൻ നടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കായിരുന്നു. അവര് ദുബായിൽ നിന്നും സ്വന്തം ചെലവിലാണ് അവർ വന്ന് ഈ പറയുന്ന കലോത്സവത്തിൽ പങ്കെടുത്തത് അല്ലെങ്കിൽ പരിപാടിക്ക് പങ്കെടുത്തതെന്ന് പറയുന്നു. അന്ന് അദ്ദേഹം ആ പറയുന്ന വ്യക്തിയെ ദുബായിൽ പോയിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് വന്ന് നിങ്ങൾ മത്സരിച്ചേ പറ്റൂ, നിങ്ങൾ മത്സരിക്കാൻ, നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് ഒരു ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് ആയാലും, ഇപ്പം കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റ് ആയാലും അല്ലെങ്കിൽ UDF ഭരിക്കുന്ന ഗവൺമെന്റ് ആയാലും LDF ഭരിക്കുന്ന ഗവൺമെന്റ് ആയാലും ഒരു ഗവൺമെന്റ് അവരെ പിടിച്ചുകൊണ്ടതൊന്നുമല്ല. ഈ പറഞ്ഞ കലാകാരി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏത് കലാകാരിയാണെങ്കിലും അവരെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നതൊന്നുമല്ല.
അവര് പോയി മത്സരിച്ചതാണ്, അവരുടെ കഴിവ് അവർ തെളിയിച്ചതാണ്. അപ്പോ ഇന്ന് അവർക്കത് ഡിമാൻഡ് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അത് വേണ്ട എന്ന് പറയുവാനായിട്ടുള്ള, ആ പൈസകളെ വേണ്ട എന്ന് പറയുവാനായിട്ടുള്ള അവകാശം ഇവർക്കുമുണ്ട്. പിന്നെ കഴിവ് വെച്ച് കയറി വന്നവരാണ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ എന്ത് ഡിമാൻഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അത് മറ്റ് പല ഞാൻ തിരികെ എത്താം. മറ്റ് പല മേഖലകളിലും ഇപ്പോൾ ഡോക്ടർമാരടക്കം സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അഭ്യസിച്ച് വെളിയിലിറങ്ങുന്ന ഡോക്ടർമാരോട് പോലും ഹൗസ് സർജൻസി എവിടെയാണ് ചെയ്യേണ്ടത് എന്ന് ആവശ്യപ്പെടുന്ന ചില ധാർമ്മികത സമൂഹം നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കലാകാരന്മാർക്ക് ബാധകമാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടിയാണ്. ഞാൻ അതിലേക്ക് കൂടെ വരാം. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള അത്യാവശ്യമുണ്ട്. നർത്തകി ബിജുല ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ബിജുല, വിവാദമാകുന്ന ഒരു പ്രസ്താവന മന്ത്രി അത് പിൻവലിക്കുന്നു. പക്ഷെ പിൻവലിക്കുമ്പോഴും ഒരു സന്ദേശം അതിനകത്തുണ്ടോ? ഇനി ഇങ്ങനെ ഒരു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്രതിഫലം ചോദിച്ചാൽ ചോദിക്കുന്നവരൊക്കെ അഹങ്കാരിയാകും എന്നുള്ളൊരു ഒരു പൊതുബോധ്യം സമൂഹത്തിന് മുന്നിലിരിക്കട്ടെ, അങ്ങനെ വിചാരിക്കില്ലേ ഈ രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ? അതോ നേരെ തിരിച്ചാണോ ആൾക്കാർ വിചാരിക്കുക? ഇനിയൊരു പൊതുവേദിയിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിരുന്നു, നമുക്ക് മാക്സിമം സെലിബ്രിറ്റീസ് അല്ലാതെയും നമ്മള് സർക്കാർ സെലിബ്രിറ്റീസിലല്ലാതെ ഒരു അവസരം ബാക്കിയുള്ള ഗുരുക്കന്മാർക്കും കൊടുത്താൽ, ഇത്രയൊരു സെലിബ്രിറ്റീസിനെ പുകഴ്ത്തിക്കൊണ്ടുവന്നതും പൊക്കിക്കൊണ്ടുവരുന്നതും സർക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയത്. അപ്പൊ അതില്ലാണ്ട് ചെയ്യാൻ എത്രയോ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ വല്ലതും ചെയ്തിട്ട് അതിലേക്ക് കിടക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. എന്ന് വെച്ചാൽ എല്ലാത്ത ഗുരുക്കന്മാർക്കും എല്ലാത്ത ഡാൻസേഴ്സിനും ഒരു അവസരം കൊടുത്തു നോക്കുക, അവരെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കുക. അപ്പം ഈ ഒരു വിഷയമേ ഇവിടെ വരികയാണ്. ഞാൻ ആ ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ ഈ അരമണിക്കൂറും സമയത്ത് ഞാൻ അവസാനിപ്പിച്ച് ചോദിച്ചത് ബിജുല. അതായത് കലോത്സവ വേദിയിലൂടെ വന്ന ഒരാൾക്ക് ഒരു ധാർമ്മികതയൊക്കെ, ചെറിയ കുട്ടികളുടെ പരിപാടിയല്ലേ, അതിനകത്ത് നൃത്തം പഠിപ്പിക്കുമ്പോൾ വേണ്ടതല്ലേ, അങ്ങനെ ഒരു ധാർമ്മികത കാണിക്കേണ്ടേ കലാകാരന്മാരെന്ന് ചോദിക്കുമ്പോൾ ആ ധാർമ്മികത ആദ്യം കാണിക്കേണ്ടത് സർക്കാരും ഭരണകൂടവും ഒക്കെ തന്നെയാണ്. അതായത് യഥാർത്ഥ കലാകാരന്മാർക്ക് നേരെ മുഖം തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം വിവാദങ്ങളിൽ തന്നെ സർക്കാർ ചെന്ന് പെടുന്നത് എന്ന് കൂടിയാണ് പറയുന്നത് ബിജുല, അല്ലേ? അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇനിയെങ്കിലും സർക്കാർ ബാക്കിയുള്ള എല്ലാ കലാകാരന്മാർക്കും തുല്യ പങ്ക് കൊടുക്കുക. എന്നുവെച്ചാൽ എല്ലാവർക്കും ഒരേ വാല്യൂ കൊടുക്കും. അപ്പൊ ഇങ്ങനൊരു വിഷയം അവിടെ വരില്ല. സർക്കാർ ഇതിപ്പം സെലിബ്രിറ്റീസിന് മാത്രമേ ഒരു പ്രോഗ്രാം ചെയ്യാൻ പാടുള്ളൂ, സെലിബ്രിറ്റീസിന് എത്ര കാശ് കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ളത്. എന്തുകൊണ്ട് സാധാരണ ഒരു കലാകാരന് കൊടുക്കുന്നില്ല ഇത്രയും ഒരു വാല്യൂ? അവരും ഇങ്ങനെ തന്നെ കഷ്ടപ്പെട്ടിട്ട് തന്നെ നൃത്തം പഠിച്ചു വന്നവരല്ലേ. സിനിമാ താരങ്ങളുടെ കിട്ടുന്ന അനാവശ്യ പരിഗണനയ്ക്ക് മുന്നിൽ യഥാർത്ഥ കഴിവുള്ള കലാകാരന്മാരും കലാകാരികളും കേരളത്തിൽ അവഗണിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് സർക്കാർ വേദികൾ പോലും അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുകൂടിയാണോ? അതെ, അതാണ് സത്യം, അതാണ് വാസ്തവം. നമുക്ക് തന്നെ അറിയാം എത്ര ഒരു സൂര്യ ഫെസ്റ്റിവലിൽ എത്ര സെലിബ്രിറ്റീസ് അല്ലാതെ എത്ര നല്ല ഡാൻസേഴ്സ് ഉണ്ട്, നല്ല കോറിയോഗ്രാഫീസ് ഉണ്ട്, അവരുടെ ഐഡിയാസ് ഉണ്ട്. ഒന്നും വേണ്ട, കലോത്സവ വേദി തന്നെ എടുത്താൽ മതി. കലോത്സവ വേദിയിൽ വരുന്ന ഗ്രൂപ്പ് ഡാൻസും എല്ലാത്തതും എത്ര നല്ല അധ്യാപകരുണ്ട്. അവർക്കൊക്കെ ഒരു അവസരം കൊടുക്കുക. അപ്പൊ ഇത്രയും ഒരു കാശ് അവർ ചോദിക്കൂല. സർക്കാരിനും ലാഭമാണ്. നമ്മളെ ഇങ്ങനെയുള്ളൊരു കലോത്സവ വേദി എന്ന് പറയുന്നത് കുറെ ബുദ്ധിമുട്ടി, സർക്കാരിനെ പറയുന്ന കുറെ ബുദ്ധിമുട്ടുകളാണെന്ന്. അപ്പം ഈ ഒരു കാശ് ഇത്ര 5 lakhs ഒന്നും എന്തായാലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ആള് ചോദിക്കും.
ഓക്കെ, റൈറ്റ്. യെസ്, കലാമണ്ഡല സത്യഭാമ, അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിന്റ്. അതായത് ധാർമ്മികതയെക്കുറിച്ച് പറയേണ്ട, കലയെക്കുറിച്ച് പറയേണ്ട, യഥാർത്ഥ കലയാണ് നിങ്ങൾ പരിഗണിക്കുന്നതെങ്കിൽ യഥാർത്ഥ കലാകാരന്മാരെയായിരുന്നു പരിഗണിക്കേണ്ടത്. ആ പരിഗണന ഉണ്ടായില്ല. അനാവശ്യമായിട്ടുള്ള പ്രാധാന്യം, അനാവശ്യമായിട്ടുള്ള വാഴ്ത്തിപ്പാടുകളും ഒക്കെ സിനിമാ താരങ്ങളടക്കമുള്ള സെലിബ്രിറ്റികൾക്ക് കിട്ടി. അതിനേക്കാൾ എത്രയോ ഭംഗിയായി നൃത്തം ചെയ്യുന്ന, നൃത്തം പഠിപ്പിക്കാൻ അറിയുന്ന കേരളത്തിലുള്ള എണ്ണമറ്റ കലാകാരികളെയും കലാകാരന്മാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ തന്നെ ഈ രീതിയിലുള്ള ഒരു പ്രവണത ചെയ്യുന്നു. അതിനുള്ള തിരിച്ചടി സർക്കാരിന് കിട്ടുന്നു. അപ്പോൾ വലിയൊരു അവഗണന ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു മറ്റൊരു വിഷയം കൂടി ഇതിനകത്ത് പുറത്തു വരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാലേ, ഇതിനൊക്കെ വേണ്ടത്, അപ്പോൾ ബിജുല പറഞ്ഞതിനോട് തന്നെ ഞാനും യോജിക്കുന്നത്. കാരണം ആ കുട്ടി പറഞ്ഞത് ഇവരിങ്ങനെ സെലിബ്രിറ്റി സിനിമ മേഖലയൊക്കെ അന്വേഷിച്ച് പോകുന്നുണ്ടല്ലോ ഈ പ്രശ്നം. എത്രയോ സാധാരണക്കാരുണ്ട്. ഇതിനൊക്കെ ഒരു സീനിയേഴ്സായിട്ടുള്ള എല്ലാ ജില്ലയിൽ നിന്നും കൂടി എടുക്കുക. അല്ലാതെ ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമല്ല, ഇതിനൊരു കുറച്ച് പേര് ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുക, ആർട്ടിസ്റ്റുകൾ സെലക്ട് ചെയ്യുക. അല്ലാണ്ട് ഇവർ മന്ത്രിമാരോ MLA മാരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൊന്നും അല്ല ഇതിനിരിക്കേണ്ടത്. കുറച്ച് പേരെ നല്ല സീരിയസ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുക. അതിന് വേണ്ട, ഈ യുവജനോത്സവത്തിന് വേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്. ഈ ഒരു സ്വാഗതഗാനം എടുത്തു, അത് നൃത്തം പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് മാത്രമൊന്നുമല്ല, ഇഷ്ടംപോലെ ഒരു ജഡ്ജിങ് പാനല്. ഇപ്പോൾ കുച്ചിപ്പുടി ചെയ്യുന്നു, ഭരതനാട്യം ചെയ്യുന്നു, മോഹിനിയാട്ടം ചെയ്യുന്നു, എല്ലാം ഒരേ ജഡ്ജ്. ഏതൊക്കെ എങ്ങനെ അംഗീകരിച്ച് കൊടുക്കാൻ പറ്റും? ഞാൻ കലാമണ്ഡലത്തിൽ സിൻഡിക്കേറ്റ് മെമ്പറായി 2 കൊല്ലം ഇരുന്നപ്പോൾ ഞാൻ ഇവിടെ കമ്മിറ്റിയിലൊക്കെ പറഞ്ഞത്, ഇത് ഇവിടെ പറയേണ്ട കാര്യമില്ല, എന്നാലും ചുരുക്കി പെട്ടെന്ന് പറയാം. ഒരു കുച്ചിപ്പുടിക്ക് അതിൻ്റേതായ അതോറിറ്റീസിന് വേണ്ട അവിടെ ടീച്ചേഴ്സായിട്ട് വയ്ക്കാൻ അതില്ല. മോഹിനിയാട്ടത്തിന് നമ്മുടെ കേരളത്തിൻ്റെ തനതായ കല, അതിന് അവിടുത്തെ ടീച്ചേഴ്സ് ആപ്റ്റാണ്, കുഴപ്പമില്ല, സമ്മതിക്കുന്നു. അതേപോലെ ഭരതനാട്യത്തിലെ ടീച്ചേഴ്സ് അവിടെ മോശമാണെന്ന് ചോദിച്ചാൽ ഒരു ശൈലി വേണം നമുക്ക്. കലാമണ്ഡലം ശൈലി, അല്ലെങ്കിൽ കലാക്ഷേത്ര ശൈലി, വഴുവൂർ സ്റ്റൈല്, പന്തനല്ലൂർ സ്റ്റൈല്, അങ്ങനെ കുറേ സ്റ്റൈലുകളുണ്ട്. നല്ല നല്ല ടീച്ചേഴ്സിനെ വെച്ചിട്ട് ചെയ്യുന്നതിനും, അല്ലെങ്കിൽ അതിന് ഞാൻ കമ്മിറ്റിയിലിരിക്കുമ്പോൾ അത് ആ കമ്മിറ്റിയിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇത്ര സീനിയറായിട്ടുള്ള ഞാൻ ഒരു കാര്യം വേണ്ട അവിടെ ചെയ്തിട്ടില്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഈ സ്വാഗതഗാനം നമ്മളൊരു ടീച്ചറിനെ വേണം. അപ്പോൾ ഞാൻ കമ്മിറ്റിയിലിരിക്കുകയാണ്, എനിക്ക് വേണം ആ സ്വാഗതഗാനം എന്ന് ഞാൻ പറയുമോ? ഇല്ല. അപ്പോൾ അതൊന്നും ഒരു സംവിധാനത്തിൽ ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കുന്ന ഇന്നൊരാളുണ്ട്. അത് സിനിമാ മേഖലയൊന്നും വേണമെന്നൊന്നുമില്ല. ആര് പറഞ്ഞു ഇവർക്ക് തന്നെ ഇത്രയും പ്രശ്നം ഉണ്ടല്ലോ. ഈ പ്രശ്നം ഇത്രയും ഉണ്ടായിട്ട് അടുത്ത വർഷം ഇവർ സിനിമാക്കാരെ പുറകെ തന്നെ പോകും, സംശയമൊന്നുമില്ല. എന്തിന് സിനിമാക്കാരെ വേണ്ടു? ഇപ്പോൾ ഞങ്ങളൊക്കെ അവിടെ ചൊറിയും കുത്തി ഇരിക്കുകയാണ് വീട്ടിൽ. ആ രീതിയിൽ ഇപ്പം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ആ രീതിയിൽ അങ്ങനെ പ്രധാനപ്പെട്ട വേദികൾ നിന്നൊക്കെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഇപ്പോഴും ഇല്ല വേദികൾ. ഇപ്പം ഞങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചല്ലേ ജീവിക്കണത്. എവിടെയുണ്ട് വേദി? ടീച്ചറൊന്ന് കളിച്ച് കാണണം. പണ്ട് കുറച്ച് വർഷമായി കളിച്ചിട്ട്, ഇപ്പോൾ കളിയിൽ ഇപ്പോൾ കൊറോണയും ഇതൊക്കെ സ്റ്റേജിൽ ടീച്ചർ കളിച്ച് കാണണം. ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കാൻ പറയണം. ടീച്ചർ ഇവിടെ ക്ലാസ്സിൽ കളിക്കും, കണ്ടോളൂ. അല്ലാതെ എവിടെയാണ് വേദി? കുട്ടികളെ പുറകെ ജാലറ തട്ടിയിരുന്നിട്ട് ദ്രവിച്ചു, ജാലറയും ദ്രവിച്ചു, ഞാനും ദ്രവിച്ചു. ഇതാരും പരസ്യമായിട്ട് പറയില്ല, ഞാൻ പറയും. അതായത് വേദികൾ എവിടെയുണ്ട്? ഒരു ടൂറിസം പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഈ തത്തയെ കൊണ്ട് ഇതെടുക്കണ പോലെ എടുക്കും, കിട്ടിയാൽ കിട്ടി. എന്നിട്ട് അതിന് തുച്ഛമായൊരു പൈസ, എന്നിട്ട് പറയണേ ബാക്കി പൈസ നിങ്ങൾ കയ്യിൽ നിന്നിട്ട് കളിക്കി. അപ്പോൾ ഇതങ്ങനെ ചെയ്യുമ്പോൾ ഈ സിനിമാ നടികളെ വിളിച്ചിട്ട് അവർ 5, 10, 15 ചോദിക്കും. ഇത് കൊടുക്കണവർ തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ്, സംശയമൊന്നുമില്ല. ഇതെങ്ങനെയോ ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വായിന്ന് വീണുപോയെന്നേ ഉള്ളൂ. അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു. പിൻവലിക്കുന്നതിനെക്കാട്ടിലും ഇത് മേലാലും നല്ല നല്ല ആർട്ടിസ്റ്റുകൾ, ഈ ബാബു സാറിനെ പോലെ, അല്ല ഈ ബാബു സാറെന്നല്ല, ഇഷ്ടം പോലെ വേറെ ആൾക്കാരുണ്ട്. ഇതിനൊക്കെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയാണ്, അതിലിങ്ങനെ ഇരിക്കുമ്പോൾ ടീച്ചേഴ്സ് ഇരിക്കുമ്പോൾ അവർ പറയും ഇന്ന ആളുണ്ട്. അത് നമുക്കങ്ങനെ ഇതിനകത്തൊരു ജലസിയും തമ്മിലും വഴക്കൊക്കെ ഈ ഫീൽഡിലുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. എന്നാലും നല്ല നല്ല ആർട്ടിസ്റ്റുകൾ ഈ സ്വാഗതഗാനം എടുത്തു കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക, തുച്ഛമായ പൈസയ്ക്ക് അവർ ചെയ്യും. അല്ല, ആ ജലസ്യ പറഞ്ഞപ്പോഴാണ് സിനിമാ താരങ്ങളായിട്ടുള്ള നർത്തകിമാരോട് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവില്ലേ ആ ഒരു ജലസ്യ? അതുകൊണ്ടുകൂടി ഞങ്ങൾ അവരൊക്കെ ഇങ്ങനെ അവർക്കൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളിങ്ങനെ സങ്കടപ്പെട്ട് നോക്കും, ദൈവമേ നമുക്ക് ഇതൊന്നും കിട്ടുന്നില്ല. ഇവരൊരു ഉദ്ഘാടനത്തിന് മുമ്പ് എത്ര ലക്ഷം മേടിക്കണം ഓരോരുത്തർ നടികൾ? അതോ അപ്പോൾ 5 ലക്ഷമാണോ മേടിക്കുന്നത്? ഒന്നുമല്ല, അതിൽ കൂടുതൽ മേടിക്കുന്നവരില്ലേ? വെറുതെ ഒരു തിരി വെട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒന്ന് വിളക്ക് കത്തിച്ചാൽ മതി. അപ്പോൾ അതോ
വല്ല മേലാണെങ്കിൽ വല്ല പണി ചെയ്തിട്ടാണോ മേടിക്കുന്നത്? അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ നടി പൈസ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പൈസയാണ്. ആ കുട്ടീനെ വേണ്ടെന്ന് വെക്കേണ്ടത് അത് ഗവൺമെൻറ് ചെയ്യേണ്ട വേറൊരു കാര്യമാണ്. അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് സംസാരിക്കുക. ഇന്ന പോലെ കുട്ടി ഇത്തിരി കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല, കുറയ്ക്കില്ല, എന്നാൽ നമുക്ക് ഇയാൾ വേണ്ട, ഞങ്ങൾ വേറെ ആളെ വിളിച്ചോളാം എന്ന്. ഇതൊക്കെയാണ് ന്യായമായിട്ടുള്ള കാര്യം. അല്ലാതെ പരസ്യമായിട്ട് ആ കുട്ടീനെ അധിക്ഷേപിക്കുക. ഏത് കുട്ടി എസ്ഓർബൈ ഏത് കുട്ടിയാലും ആ കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥാപനത്തിൽ പഠിച്ച കുട്ടിയാണ്, സ്ഥാപനം ഇൻഡിവിജ്വലായിട്ട് പഠിച്ച ഒരു നർത്തകി ആയിരിക്കുള്ളൂ ഇങ്ങനെ ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ മാഷ് നേരത്തെ പറഞ്ഞതുപോലെ നല്ല പോലെ കളിക്കുന്ന കുട്ടികളെ ഇവർ ഈ സ്വാഗത ഗാനം എടുത്തിട്ട് പഠിപ്പിക്കാൻ എടുക്കുള്ളൂ. ഒരു ദിവസം കൊണ്ട് ചില മിട്ടിക്ക് പിള്ളേർ കളിക്കും, പോട്ടെ 2 ദിവസം. വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല. എന്താ പഴയ കാലമല്ല, കുട്ടികളൊക്കെ മണിയായിട്ടാണ് ഡാൻസ് ഫീൽഡിൽ ഇപ്പോൾ നിൽക്കുന്നത്. നന്നായിട്ട് കളിക്കുന്ന കുട്ടികളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ ഇത് വലിയ അധ്വാനമുള്ള പരിപാടിയില്ല. അവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർ അത്രയും പൈസ പറഞ്ഞു. ശരി, ഒറ്റ കാര്യം കൂടെ, അതാണെങ്കിൽ മന്ത്രി എന്തുകൊണ്ടായിരിക്കും പ്രസ്താവന പിൻവലിച്ചിട്ടുണ്ടാവുക? അത് എന്തായാലും ഇത് മൊത്തത്തിൽ ഇളകുന്നുള്ളത് അദ്ദേഹത്തിന് തോന്നിക്കാണും. ഇതിപ്പോൾ ചെറുതായിട്ട് ഒന്ന് പിൻവലിച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പൊക്കോളുമല്ലോ എന്ന് വിചാരിച്ചു കാണും. അത് വേണമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതും ആയിരിക്കില്ല, പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോയി, അത്ര തന്നെ. നമ്മുടെ വായിൽ നിന്ന് ചിലപ്പോൾ ചിലത് വീഴുമല്ലോ, അങ്ങനെ വീണതായിരിക്കും ഞാൻ വിചാരിക്കണത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്കുള്ള കലാകാരന്മാർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും റിക്വസ്റ്റ് ഉള്ളത്, സിനിമാകാരല്ല വേറെയും കലാകാരന്മാർ പുറത്തുണ്ട് എന്നും കൂടി ഈ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും അതുപോലെ ടൂറിസം മേഖല, ഒരുപാട് ഗവൺമെൻറ് തലത്തിൽ പ്രോഗ്രാം നടത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്, അവരും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. യെസ്, തീർച്ചയായിട്ടും. ശ്രീ ബാബു മാസ്റ്റർ, 2 തരത്തിലാണ് ഈ വിഷയം വരുന്നത്. അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കലാകാരിയെ അപമാനിച്ചല്ലോ മന്ത്രി എന്നുള്ള വിമർശനമാണ്. പക്ഷേ നിങ്ങളെപ്പോലെ യഥാർത്ഥത്തിൽ ഈ കലയിൽ തന്നെ നിൽക്കുന്നവർ പറയുന്നത് അതല്ല വിഷയം. ഇതിനകത്ത് യഥാർത്ഥ കലാകാരന്മാരിലേക്ക് സർക്കാർ വരുന്നില്ലല്ലോ, അതുകൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത് എന്ന് പറയുന്നിടത്ത് മറ്റൊരു വിഷയമാണ്. അതായത് യഥാർത്ഥ കലാകാരന്മാരെല്ലാം അവഗണിക്കപ്പെട്ടതുകൊണ്ട് ഇങ്ങനെ സെലിബ്രിറ്റികളുടെ പിറകെ സർക്കാരിന് പോകേണ്ടതായിട്ട് വരുന്നു. അതായത് മന്ത്രി പറഞ്ഞ വാക്കിനകത്തല്ല തെറ്റ്, പക്ഷേ ഈ തെരഞ്ഞെടുക്കുന്നത് ആരെയാണ്, ആർക്കാണ് പരിഗണന കൊടുക്കേണ്ടത് എന്നുള്ള കാതലായിട്ടുള്ള വിഷയമാണ് സർക്കാർ അഡ്രസ്സ് ചെയ്യേണ്ടത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു കൊറിയോഗ്രാഫി ചെയ്യാനായിട്ടൊരു ഫിലിം സ്റ്റാർസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളിനെ വെച്ചതിൻ്റെ അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ അവർ വേണമെങ്കിൽ ഗസ്റ്റായിട്ട് വന്നോട്ടെ, അല്ലെങ്കിൽ അവരൊരു പെർഫോം ചെയ്തോട്ടെ, എങ്കിലും ഓക്കെ, അവരുടെ സ്റ്റാർ വാല്യൂ മനസ്സിലാക്കാം. ഇതൊരു കൊറിയോഗ്രാഫി ബിഹൈൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നിന്നിട്ട് അതിനൊരു സ്റ്റാറിനെ വയ്ക്കുമ്പോൾ അവർ ചോദിച്ച പൈസ കൊടുക്കേണ്ടി വരും. കാരണം അവരും വിചാരിച്ചിട്ടുണ്ടാകും കുറച്ച് കാലമായിരിക്കുമല്ലോ, അവർക്കൊരു പോപ്പുലാരിറ്റി. എപ്പോഴും ഫിലിം സ്റ്റാർസിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അവർ ഔട്ടായതിനു ശേഷം ചോദിച്ചാൽ ആരും കൊടുക്കത്തില്ല. അപ്പോൾ ഉള്ള പീക്ക് ടൈമിൽ ചോദിക്കുന്നതായിരിക്കാം. പക്ഷേ ഇഷ്ടം പോലെ ടീച്ചർമാർ മാസ്റ്റർമാരെല്ലാം ഉണ്ട്. അവരാരെയും വിളിച്ച് ഇങ്ങനത്തെ ഒരു സാധനം ഏൽപ്പിക്കുന്നത് പകരമായിട്ട് ഫിലിം സ്റ്റാറിൻ്റെ പുറകിൽ പോകുന്നതിൻ്റെ കുറ്റമാണ്. അത് ആദ്യം നോക്കണം. കാര്യം ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മുടെ പല ചാനലുകളിലും ഡാൻസ് മത്സരങ്ങൾ വരുന്നുണ്ട്. ഞാനൊരു 38 വർഷം കൊണ്ട് ഈ സിനിമാറ്റിക്കും വെസ്റ്റേൺ ഡാൻസ് എല്ലാം ബ്രേക്ക് ഡാൻസ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ചെയ്യുന്ന ആളാണ്. കേരളത്തിൽ ഇങ്ങനൊരു കൺസെപ്റ്റ് പോലും ബ്രേക്ക് ഡാൻസ് കൊണ്ടുവന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഏതൊരു ഡാൻസ് മത്സരം വന്നാലും ഞങ്ങളെയൊന്നും സ്റ്റാർ വാല്യൂ ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ സീനിയർ മാസ്റ്റർ നിലയ്ക്ക് പല ചാനലും വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഫിലിം സ്റ്റാർസിനെ എടുത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങൾ ആ ചെയ്തത് കൊള്ളാം, തറയിൽ കിടന്ന് ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, അത് കൊള്ളാം, വിഷമിപ്പിക്കുന്ന ഇൻസിഡൻസ് കൊണ്ട് ഒരു ചാനൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളായിരിക്കും ജഡ്ജെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, ഷാർട്ട് പറയാൻ പോയില്ല, ഭാഗ്യത്തിന് വെറുതെ മോശമാവേണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരുന്നു. പക്ഷേ അത് ലാസ്റ്റ് പറഞ്ഞ മാസ്റ്റർ അത് വേറൊരു തമിഴിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, വാല്യൂ സ്റ്റാർ വാല്യൂ സ്പോൺസർഷിപ്പ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങ് വിട്ടു, എനിക്കറിയാമായിരുന്നു ആദ്യമേ. അപ്പോൾ ഈ തറയിൽ കിടന്ന് ഉരുണ്ടു അങ്ങനെ ചെയ്തു, നിങ്ങൾ ആ ചെയ്ത കൊള്ളാം, അതിൻ്റെ പേര് പോലും പല ജഡ്ജസിനും അറിയത്തില്ല. അങ്ങനെ ഒരു ബിംബം പോലെ ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ എന്നെ മാത്രമല്ല പറയുന്നത്, ഇപ്പോൾ നിറയെ മാസ്റ്റേഴ്സ് ഉണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട്. പലരും എന്താ പറയുക, തൊഴിലില്ലാതെ ഈ കൊറോണയ്ക്ക് ശേഷം തൊഴിലില്ലാതെ ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്, കടബാധ്യത വന്ന ആൾക്കാരുണ്ട്. നിറയെ മാസ്റ്റർമാർ എനിക്ക് അത് 2 ക്ലാസിക്കലായാലും ശരി വെസ്റ്റേൺ ആയാലും ശരി കഷ്ടപ്പെടുന്ന നിറയെ ആൾക്കാരുണ്ട്, നിറയെ പേര്. അത് അവരുടെ കുറ്റം തന്നെയാണ്. അവർ ഫിലിം സ്റ്റാർ കൊറിയോഗ്രാഫി ചെയ്യാൻ ഫിലിം ആർട്ടിസ്റ്റ് വേണം എന്നുള്ളതിൻ്റെ എനിക്കത് മനസ്സിലാകുന്നില്ല. അതിന് കഴിവുള്ളൊരു മാസ്റ്ററാണ് വേണ്ടിയത്. അതിന് ഒരു സ്റ്റാർ വന്ന് ഇന്നെന്താ പ്രാക്ടീസ് എടുത്ത് ഷൂട്ട് ചെയ്ത് കാണിക്കണം, അല്ലല്ലോ, സ്റ്റേജിൽ അവർ വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ പോയി ചോദിച്ചാൽ തെറ്റാണ്.
അങ്ങനെയാണെങ്കിൽ ശ്രീ ബാബു മാസ്റ്റർ, ഇത് ഒരു വിഷമമുള്ളൊരു വിഷയം കൂടിയാണ് താങ്കൾ പറയുന്നത്. എത്രയോ നർത്തകരുടെ വിഷയം. ഇതിനകത്ത് വേറൊരു പ്രശ്നം സംഭവിച്ചത്, മന്ത്രി ഇങ്ങനെ ഒരു വിഷയം പറയുന്നു, അതൊരു കലാകാരിയെ അപമാനിച്ചതാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ആ വിവാദങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം ആ പറഞ്ഞ പ്രസ്താവന പിൻവലിക്കുമ്പോൾ ഏറ്റവും അഡ്രസ്സ് ചെയ്യപ്പെട്ട ഒരു വിഷയം, നിങ്ങൾ പറയുന്ന ഒരു വിഷയമുണ്ട്, ആരെയാണ് വിളിക്കേണ്ടത് എന്നുള്ള ആ വിഷയത്തിലേക്ക് ആരും എത്താതെ ഈ വിവാദം അവസാനിക്കുകയാണ്. നേരത്തെ ശ്രീമതി സത്യഭാമ ടീച്ചർ പറഞ്ഞ പോലെ അടുത്ത വർഷവും മറ്റേതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാതലായിട്ടുള്ള പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെട്ടതേയില്ല, മറ്റൊരു തരത്തിലേക്ക് ഈ ചർച്ച പോവുകയും ചെയ്തു. ശരിയാണ്, കാരണം അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവർ വിളിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം അത് ചർച്ച അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങൾ വെച്ചിട്ട് ആൾക്കാർ അതിൻ്റെ പുറകിൽ അന്വേഷിക്കും, അത് ഏത് ആർട്ടിസ്റ്റാണ് എന്താണെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ അവരെ താറടിക്കുന്ന രീതിയിലോട്ട് മാറും ഉറപ്പാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹം അത് പിൻവലിച്ചതും അല്ലെങ്കിൽ അതിൽ നിന്നും പുള്ളി ബാക്ക് മാറിയതും. കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അന്വേഷിക്കും. ഇപ്പം ഞാനായാലും അന്വേഷിക്കുമല്ലോ, ഇതാരാണ്, എന്താണ്, എന്തുകൊണ്ടാണ് അവർ എന്നുള്ള ചിന്ത നമുക്കുണ്ടാവും ആരാണെന്നുള്ളത്. അപ്പോൾ അത് ഉറപ്പായിട്ടും അത് ചർച്ച അവസാനിപ്പിച്ച കാരണം മെയിൻ ഇത് തന്നെയാണ്. പക്ഷേ ഇത് രണ്ട് കാര്യമുണ്ട്. ഇനിയെങ്കിലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇപ്പോൾ സത്യഭാമ ടീച്ചർ മാതിരി തന്നെ നിറയെ അവരുടെ തന്നെ അല്ല, അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള വഴിയാണ് ആ പ്രസ്താവന പിൻവലിച്ചതൂടെ അവസാനിച്ചു പോയത്. അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള സ്പേസ് ഇല്ലാണ്ടായി. അതെ അതെ, തീർച്ചയായിട്ടും ഇല്ലാതെ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ചാനൽ വഴി ഈ സംഭവം പറയുന്നതല്ലാതെ ഇനി ചിലപ്പോൾ ഇനി ഇതധികം ഒരു ന്യൂസായിട്ട് പോലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തീർന്നു, കാരണം അദ്ദേഹം പിൻവലിച്ചു കഴിഞ്ഞല്ലോ. പിന്നെ കുറച്ച് ദിവസം വല്ല എന്തോ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എന്തെങ്കിലുമൊക്കെ വരുമെന്നല്ലാതെ ഈ ചർച്ചയില്ലാതെ പോയി. വീണ്ടും ഈ പറഞ്ഞ മാതിരി നെക്സ്റ്റ് ഇയർ വേറെ അടുത്തൊരു ആർട്ടിസ്റ്റിൻ്റെ പുറകെ പോകും, അവർ 5-10 ലക്ഷം രൂപ ചോദിക്കും, ഇവർ ചിലപ്പോൾ കൊടുക്കുമായിരിക്കാം, ഇല്ലായിരിക്കാം. അന്നും ഈ കഷ്ടപ്പെട്ട് പഠിച്ച് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, വെസ്റ്റേൺ ഡാൻസ് ഒന്നും പഠിക്കാൻ ഒക്കാത്തൊരു കാലഘട്ടമാണ്. മൊബൈൽ ഇല്ലാത്തൊരു കാലഘട്ടം, ടി വി ഇല്ലാത്ത കാലഘട്ടം, ടി വി പോലും ഗൾഫുകാരുടെ വീട്ടിൽ മാത്രമുള്ള കാലഘട്ടമാണ്. കുറേ ബുക്സൊക്കെ നോക്കിയും ഏതെങ്കിലും പഴയ തമിഴ് സിനിമ കണ്ടും ഹിന്ദി സിനിമ കണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തും കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തൊക്കെ ഞങ്ങളൊക്കെ സ്റ്റേജിൽ വന്നത്. അപ്പോൾ അങ്ങനെ വന്ന് കഷ്ടപ്പെട്ടൊന്നും ഞങ്ങൾക്ക് ഇപ്പോഴും ഈ പറഞ്ഞ ഒരു ചാൻസ് കിട്ടുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പം തമിഴ് ഭേദം എനിക്കാണെന്ന് തോന്നുന്നു വല്ലതും കിട്ടുന്നത്. കാര്യം ഇത്രയും എക്സ്പീരിയൻസ് കിടക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലും ഇല്ലാത്ത ഇഷ്ടം പോലെ മാസ്റ്റർമാരുണ്ട്. കാര്യം ഞാൻ MSSD എന്ന് പറഞ്ഞിട്ട് ഫെഫ്കയുടെ കീഴിലുള്ള ഡാൻസ് യൂണിറ്റിൻ്റെ രക്ഷാധികാരിയാണ്. അന്നേരം കേരളത്തിലെ പല ഡാൻസ് ഗ്രൂപ്പിലും ഞാൻ എല്ലാ ഗ്രൂപ്പിൻ്റെ ടീംസിൽ ഞാൻ രക്ഷാധികാരിയാണ്. പലരും ചർച്ച ചെയ്യുന്ന കേൾക്കാം, പ്രോഗ്രാമില്ല, അതില്ല, ഞങ്ങളാരും വിളിക്കുന്നില്ല, ഫിലിം സ്റ്റാർസിനെ മാത്രമേ വിളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഈ കഷ്ടപ്പെടുന്ന നിറയെ പേര്, അവർക്കൊന്നും ഒരു അംഗീകാരം കിട്ടിയെങ്കിൽ ഇതോടുകൂടി അതും കൂടെ ഒന്ന് ഓർമ്മിച്ചെങ്കിൽ നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. യെസ്, തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം. അജു കൂടി ഉണ്ട്, അജു ഞാൻ വരാം. ഒരു ചെറിയ ഇടവേള കൂടി അത്യാവശ്യമായിരുന്നു. ഇപ്പോൾ അജുവിലേക്ക് വീണ്ടും ചർച്ച തുടരുമ്പോൾ, അജു, ഇതിനകത്ത് പ്രധാനമായിട്ട് ഇന്ന് സൈബർ ഇടങ്ങളിൽ മുഴുവൻ ഉന്നയിക്കപ്പെട്ട വിഷയം കലാകാരന്മാരെ മന്ത്രി അപമാനിച്ചു. അപ്പോൾ ആ തരത്തിലാണ് പല മേഖലകളിൽ നിന്നുള്ള 3 കലാകാരന്മാർ, അല്ലെങ്കിൽ 3 നൃത്തത്തിൽ തന്നെ 3 തരത്തിൽ അറിയപ്പെടുന്ന കലാകാരന്മാരാണ് എനിക്കൊപ്പമുള്ളത്, അജു അല്ലാതെ. അപ്പോഴും കലാകാരന്മാരെ അപമാനിച്ചു എന്നുള്ളൊരു വിഷയത്തിനല്ല അവിടെ എംഫസിസ് വരുന്നത്. അതിനൊരു അപമാനിക്കപ്പെടല, പകരം യഥാർത്ഥ കലാകാരന്മാരെ അവഗണിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു വിവാദം ഉണ്ടായതെന്നാണ് പറയുന്നത്. അതായത് മന്ത്രി ആ പറഞ്ഞതിലല്ല പ്രശ്നം, ഇതിൻ്റെ കാതലായിട്ടുള്ള വിഷയം മറ്റൊന്നാണ്, അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നാണല്ലോ കലാകാരന്മാരുടെ സമൂഹം. യഥാർത്ഥ നൃത്ത അധ്യാപകരൊക്കെ ആ തരത്തിലാണ് പറയുന്നത്. അത് ശ്രദ്ധിക്കുന്നുണ്ടോ? അജു മ്യൂട്ടാണ്, ഓഡിയോ മ്യൂട്ടാണ്. കേൾക്കാം, പറഞ്ഞോളൂ. അല്ല, ഇതിനകത്ത് സ്റ്റാർ വാല്യൂ എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. അതായത് യഥാർത്ഥ കലാകാരന്മാർ അല്ലെങ്കിൽ യഥാർത്ഥമല്ലാത്ത കലാകാരന്മാരൊന്നുമില്ല, എല്ലാവരും കലാകാരന്മാരാണ്. ഇപ്പൊ ഏതെങ്കിലും ഒക്കെ വിഭാഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു നടി, അവരൊരു നടിയായിട്ട് മാറുന്നത് കലാകാരി ആയതുകൊണ്ടല്ല. അല്ലാതെ യഥാർത്ഥ കലാകാരന്മാർ, യഥാർത്ഥമല്ലാത്ത കലാകാരന്മാർ, അല്ലെങ്കിൽ A ഗ്രേഡ് കലാകാരന്മാർ, B ഗ്രേഡ് കലാകാരന്മാരൊന്നുമില്ല. പിന്നെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുമ്പോൾ ഞാൻ മന്ത്രിയെ വിമർശിക്കുന്നില്ല. മന്ത്രി ഇത്തരത്തിലുള്ള ആളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഫെയിമുള്ള ഒരാളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ. അല്ല അജു, ഞാൻ ഇടപെട്ടെ ഒറ്റ കാര്യം. അങ്ങനെ അജു പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പറഞ്ഞത് സിനിമാ താരങ്ങളെ വിളിക്കുമ്പോൾ യഥാർത്ഥ കലാകാരന്മാരെ അവഗണിക്കുന്നു എന്നുള്ളൊരു വാക്ക് തന്നെ പറഞ്ഞു. അതായത് ഈ പറഞ്ഞ ഗ്രേഡ് അതിനകത്തുണ്ട് എന്നാണല്ലോ ഇവര് പറയുന്നത്. ഗ്രേഡ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്, ഇല്ലാന്നാണോ? എന്ത് ഗ്രേഡാണുള്ളത്? എന്ത് ഗ്രേഡാണുള്ളത്? ഞാൻ കാര്യം ചോദിച്ചോട്ടെ, അത്തരത്തിലുള്ള നടിയെ ആ പരിപാടിക്ക് ഇവിടെ ഇരിക്കുന്ന 3 പേരെക്കാൾ ഉപരി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫെയിം ഉള്ളതുകൊണ്ടാണ് വിളിച്ചിരിക്കുന്നത്.
അത്തരത്തിലൊരു ഫെയിം അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മെറിറ്റാണ്. അവർക്ക് 5 ലക്ഷം രൂപ ഡിമാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇട്ടിരിക്കുന്ന വിലയാണ് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ തന്നാൽ മാത്രമേ ഞാൻ വരൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ വിശ്വസിക്കുന്നു. അവർക്ക് 5 ലക്ഷം രൂപ കൊടുത്ത് അവരെ വിളിക്കാൻ തയ്യാറായിട്ടുണ്ട്. അല്ല, അതൊരു തെറ്റായ സിസ്റ്റം അല്ലേ എന്നുള്ളതാണ്. അതായത് തെറ്റായ ശരിക്കും നൃത്തം പഠിച്ചിട്ടുള്ളവരെ അല്ലെങ്കിൽ നർത്തകിമാരായിട്ടുള്ളവരെ അത് തന്നെ ജീവിതമായിട്ട് കൊണ്ടു നടക്കുന്നവരെ അത് കൂടുതൽ ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നവരെ ഉൾപ്പെടുത്തുക. മറ്റത് ഫെയിം എന്നാണ് പറഞ്ഞത്, ടാലന്റ് എന്നല്ല അജു പറഞ്ഞത്. ഫെയിം ആണോ ഇതിന്റെ ക്രൈറ്റീരിയ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഫെയിം ഒരു ക്രൈറ്റീരിയ ആണ്. ഇത്തരത്തിലുള്ള പരിപാടി നടക്കുന്ന സമയത്ത് അവർ ഈ ഫെയിം റിസീവ് ചെയ്യുന്ന ഒരു കുട്ടികൾക്കൊരു മോട്ടിവേഷനാണ്. അത് ഫെയിം റിസീവ് ചെയ്ത ഒരാൾ വരുമ്പോൾ ആ പരിപാടിയിലേക്ക് ആളുകളുടെ ഒഴുക്ക് കൂടുകയും പരിപാടിയുടെ അട്രാക്ഷൻ കൂടുകയും ചെയ്യും, അല്ലെങ്കിൽ ജനപങ്കാളിത്തം കൂടുകയും ചെയ്യും. ഇവിടെ ഞാൻ ഇവിടെ ആരെ വിമർശിക്കല്ല, അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നു, ഒട്ടും അറിയാൻ കഴിയാത്ത ഒരാളെ കൊണ്ടുവരും, ഞാനിപ്പോ അങ്ങോട്ട് ചെയ്യുന്നു, എന്നെ കാണാൻ എത്ര പേര് വരും? നേരെ മറിച്ച് മോഹൻലാലോ മമ്മൂട്ടിയാണ് വരുന്നതെങ്കിൽ എത്ര പേര് വരും? അല്ലെങ്കിൽ മുഖ്യധാരം എടുക്കുന്ന മറ്റൊരാൾ വരികയാണെങ്കിൽ എത്ര പേര് വരും? അപ്പോ എനിക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന പണി, ഒരു പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന പണി, അല്ലെങ്കിൽ ഈ പറയുന്ന ചർച്ച ആങ്കർ ചെയ്യുന്ന അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന പണി ഡിഫറെന്റ് ആണ്. നമ്മുടെ രണ്ടുപേരുടെ സ്റ്റാർ വാല്യൂ ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മളെ രണ്ടുപേരെയും അറിയുന്ന ആൾക്കാരുടെ എണ്ണം ഡിഫറെന്റ് ആണ്, നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഡിഫറെന്റ് ആണ്. പിന്നെ പണി ചെയ്യുന്നത് ആരായാലും ചോദിക്കാം. ഇപ്പോ അവരുടെ ഇപ്പൊ നാളെ പുതിയൊരു ചാനലിലേക്ക് പോവാണ്, ആ ചാനലിൽ അല്ലെങ്കിൽ ഒരു ഓഫർ വരുന്ന സമയത്ത് അവർക്ക് പറയും ഞാൻ ഇത്ര രൂപ തന്നാൽ മാത്രമേ വരുള്ളൂ. അത് അവരുടെ തീരുമാനമാണ്, അവരുടെ തീരുമാനമാണ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. സമാനമായിട്ട് തന്നെ അവരുടെ ഈ പറയുന്ന നടിയുടെ ജീവിത വരുമാനമാണ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്, അല്ലെങ്കിൽ അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകുന്നത് ഈ ഒരു കാര്യത്തിൽ കൂടെയാണ്, അവരെങ്ങനെ ചെയ്യുന്ന മടിയിലൂടെയാണ്. ശരി, ഞാൻ ഒറ്റ മിനിറ്റ് ബിജുല, അതിനോട് അനുകൂലിക്കുന്നുണ്ടോ? അതായത് അത് ഇങ്ങനെ ഒരു ഗ്രേഡ് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു വലിയ വിഭാഗം നർത്തകര് അവഗണിക്കപ്പെടുന്നുണ്ട്. അത് ഒരു വിഷയമല്ല എന്ന് കൂടിയാണോ അജു പറയുന്നത്? ബിജുല എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അജു പറഞ്ഞ പോലെ ഇതിപ്പം എന്താ പറയാ, ഇപ്പൊ നവ്യ നായരോ ആരെങ്കിലും മഞ്ജു വാര്യരോ അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോ അജു പറഞ്ഞ സത്യമാണ്, ജനങ്ങൾ എന്താ ഒഴുകി വരും കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മോഹൻലാലൊക്കെ വന്നാലും മമ്മൂട്ടി വന്നാലും ജനങ്ങൾ ഒഴുകി വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഒരു സാധാരണ മാഷ് പഠിപ്പിച്ചാൽ ജനങ്ങൾ വരില്ല, അത് സത്യം തന്നെയാണ്. പക്ഷെ ഈ വാല്യൂ കൊടുക്കുന്നത് നമ്മൾ പ്രേക്ഷകരാണ്. എന്ന് വെച്ചാൽ വരുന്ന ജനങ്ങളാണ് നമുക്ക് ആ വാല്യൂ തരുന്നത്. ഒരു പ്രോഗ്രാം നന്നായാൽ ഏത് ജനങ്ങളും അടുത്ത തവണ അവര് ഫേമസ് ആവും. അങ്ങനെ ഓരോരുത്തരും പ്രശസ്തി ആവട്ടെ. ഇതിപ്പം ഒരാൾ മാത്രമേ, ഫിലിം സ്റ്റാർസ് മാത്രമേ പ്രശസ്തി വരാൻ പാടുള്ളൂ, അവർക്ക് മാത്രമേ പേരും ഫെയിമും ഒക്കെ വരാൻ പാടുള്ളൂ എന്നില്ലല്ലോ. ഇപ്പൊ ഒരു സാറ് അവരെക്കാൾ നന്നായി പഠിപ്പിക്കുന്ന സാറുമാരുണ്ടെങ്കിലും ടീച്ചർമാരുണ്ടെങ്കിലും അവരും പേര് കേട്ട ഒരാളാവില്ലേ. എല്ലാരും വന്നിരിക്കണം, അങ്ങനെ തന്നെയാണ്. ശ്രീമതി കലാമണ്ഡലം സത്യഭാമ, അജു പറഞ്ഞത് കുട്ടികൾ കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാകും. അങ്ങനെ ഒരു ഫെയിം ഉള്ള ഒരാൾ വരുമ്പോൾ കുട്ടികൾ കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാവും, കാണാൻ കൂടുതൽ ആൾക്കാർ വരും. അങ്ങനെ ഒരു വിഷയം അതിനകത്തുണ്ട്. ഓക്കെ, ബിജുല എന്താ പറഞ്ഞത്? ഒരാളും ഒരു സെലിബ്രിറ്റി പോലും സെലിബ്രിറ്റി ആയിട്ട് വന്നതാണ്, അവരും ഇങ്ങനെ തന്നെ വന്നതാണ്. അതുപോലെ ഓരോരുത്തർക്കും അജു അതിനോട് യോജിക്കുന്നില്ലേ? അത് ശരിയല്ലേ? അവർക്ക് സെലിബ്രിറ്റി ആകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മെറിറ്റാണ്. അല്ല, അവർക്ക് ബാക്കി ഈ ലോകത്ത് അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന 3 പേരടക്കം, ഈ 3 പേരോ അല്ലെങ്കിൽ ഈ പറയുന്ന 4ാമത്തെ ആ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഡാൻസ് നടിയോ ഒന്നുമല്ല. അത് കൂടാതെ ഒരുപാട് പേര് ഇവിടെ നർത്തകരുണ്ട്, കഴിവുള്ളവരുണ്ട്. ഈ പറയുന്ന 10,000 കണക്കിന് ആൾക്കാരുടെ നടനെ ഉണ്ടാക്കുന്നതോ ഒരു ഗുരുവാണ്. അവരൊരു ഡാൻസർ ആയത് അവരിൽ ഒരു ഗുരു അവരിലേക്ക് പകർന്നു കൊടുത്തതാണ്. അവരുടെ ഗുരുവിനെ എത്ര പേർക്കറിയാം? എന്തുകൊണ്ട് അറിയണില്ല? ഒരു ഗുരുവിനെ എന്തുകൊണ്ട് അറിയണില്ല? ആ ഗുരുവിനെ അറിയിപ്പിക്കേണ്ടത് ആരുടെ ചുമതലയാ? അവർ ഇത്രയും ഫെയിം ആയത്. അത് ശരിയല്ലേ? പ്രൊഡ്യൂസറോ അവരെ വിളിക്കുന്നത് അല്ലേ? അവരെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ വിളിച്ചിട്ടാണ്. അപ്പൊ അത് എവിടുന്ന് വന്നു? അതിന്റെ ഉറവിടം എവിടെയാണ്? അല്ല, പ്രൊഡ്യൂസറോ ഡയറക്ടറോ വെച്ച് അവർക്ക് കഴിവുള്ളതുകൊണ്ടാണല്ലോ, അല്ലാതെ കേരള ഗവൺമെന്റ് വിളിച്ചു പറഞ്ഞിട്ടല്ലോ, ഈ പറയുന്ന മന്ത്രി ശിവൻകുട്ടി വിളിച്ചു പറഞ്ഞിട്ടല്ലോ, പിണറായി വിജയൻ ഒരു ഗുരുവാണ് ആ കുട്ടീനെ ഇത്രയും അവർക്ക് കഴിവുണ്ടായതുകൊണ്ടാണ് അവർക്ക് അവസരങ്ങൾ ലഭിച്ചത്. ആ അവസരങ്ങൾ
ഏറ്റവും മികച്ച രീതി ഉപയോഗിച്ചതുകൊണ്ടാണ് ആരായാലും പോലെ ജനങ്ങൾക്ക് ഇഷ്ടമായത്. അങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഇപ്പൊ ഈ പറയുന്ന സർക്കാർ ഈ ഒരു പരിപാടിയിലേക്ക് വിളിച്ചത്. അതായത് പൂർണ്ണമായിട്ടും അവരെ ഡിമാൻഡ് ചെയ്യുന്നത് സർക്കാർ പറഞ്ഞോളൂ, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോളൂ, ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞോളൂ, ഞങ്ങൾക്ക് പണത്തിന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോളൂ. പക്ഷെ പൊതുമധ്യത്തിൽ ഈ വിഷയം എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു വിഷയം ഇതിനകത്തില്ലേ? അതായത് അല്ല, അങ്ങനെ ഒരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നില്ലേ? അതായത് അജു അല്ലേ പേര്? അതെ അതെ. അജു പറയുന്നത് അവരത്രയും കഷ്ടപ്പെട്ട് വന്നതാണ്, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക, സിനിമ എന്നുള്ള മേഖലയിൽ വന്ന് പേര് പ്രശസ്തി ആയവരാണ്. നൃത്തത്തിൽ വളരെ അധ്വാനിച്ച്, അത് അജുവിന് അറിയോ ഇല്ലയെന്ന് എനിക്കറിഞ്ഞൂടാ, എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ നേരത്തെ ബിജുല പറഞ്ഞ പോലെ മഞ്ജു വാര്യർ, നമ്മുടെ നവ്യ നായർ, നമ്മുടെ ആശാ ശരത്ത്, അങ്ങനെ കുറച്ച് നമ്മുടെ നടിമാർ നൃത്തം ചെയ്യുന്നവരുണ്ട്. വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ നൃത്തം ചെയ്യുന്നത് ക്ലാസിക്കൽ, എല്ലാവരും ഒന്നുമില്ലല്ലോ, കുറേ പേരൊന്നുമില്ല. ഇവർ ചെയ്യുന്ന എൻ്റെ പുറകെ ബിജുല പറഞ്ഞ പോലെ ഒരു ഗുരുവുണ്ട്. അതുപോലെ എല്ലാവരുടെ പുറകിലും, ഈ നടിമാരുടെ പുറകിലെല്ലാം ഗുരുവുണ്ട്. ഈ ഗുരുക്കന്മാരെയും കൂടെ അറിയിപ്പിക്കണ്ടേ? പിന്നെ ഏത് നടിയാണ് നമ്മുടെ ഈ സംഘ നൃത്ത കലാമണ്ഡലം സത്യഭാമ എന്നാണെന്ന് തോന്നുന്നു. ഇവിടെ മാമിനെ പറ്റി ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഇവിടെ ഗുരുവും ശിഷ്യയൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. അല്ല, ഇവരൊക്കെ ഞാൻ പറയട്ടെ, ഇവരൊന്നും ഒരു ഗുരുകുല അഭ്യാസം ചെയ്തിട്ട് പഠിച്ച നർത്തകിമാരല്ല, അത് സത്യമാണ്. അത് അജുവിന് അറിയോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അവര് കഷ്ടപ്പെട്ട് വന്നു, അല്ല നിൽക്കോ, കഷ്ടപ്പെട്ട് വന്നു എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് വന്നതല്ല, ഒരുപാട് കഷ്ടപ്പെടുക. നമ്മൾ ഈ ഒരു തലത്തിലേക്ക് കുറച്ചും കൂടെ നേരത്തെ എത്തേണ്ടതായിരുന്നു. സമയപരിമിതി കൊണ്ട് ആണ് എനിക്ക് ആ ചർച്ച പിന്നെയും കടക്കാൻ കഴിയാതിരുന്നത്. ഏതായാലും വളരെയധികം നന്ദി പാനലിസ്റ്റുകൾ. ഇതിനകത്ത് അഹങ്കാരി എന്ന കലാകാരിയെ വിളിച്ച ആ വിവാദമാണ് കെട്ടടങ്ങുന്നത്. പക്ഷെ വളരെ കാതലായിട്ടുള്ള ഒരു വിഷയം വരുന്നത്, സിനിമാ താരങ്ങളെ തന്നെ വിളിക്കണോ ഈ കലോത്സവ വേദികളിൽ നൃത്താവിഷ്കാരം പഠിപ്പിക്കാൻ? ഒരുപാട് കലാകാരന്മാർ അവഗണിക്കപ്പെട്ട് കേരളത്തിൽ കിടക്കുമ്പോൾ വളരെ നന്നായിട്ടുള്ള കലാകാരന്മാരെ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു? ഈ ആവേശം കൊള്ളുന്ന സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രിക്കുമൊക്കെ ഈ കലാകാരന്മാരെ ഉൾപ്പെടുത്തേണ്ട ഒരു ബാധ്യതയില്ലേ? അതാണ് കലാകാരന്മാരുടെ സമൂഹം ചോദിക്കുന്നത്. അത് അഡ്രസ്സ് ചെയ്യപ്പെടാത്ത ഒരു പ്രധാന വിഷയമാണ്. ഒരു വിവാദം അടങ്ങുമ്പോഴും കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യപ്പെടുക? ഇനിയും 1 മാസം കൂടിയുണ്ട് കലോത്സവത്തിന്. ഇത് അഡ്രസ്സ് ചെയ്യപ്പെടുമോ എന്ന് കൂടിയാണ് ഉറ്റുനോക്കുന്നത്. വളരെയധികം നന്ദി കലാമണ്ഡലം സത്യഭാമ, ബാബു മാസ്റ്റർ, അജു, ഒപ്പം വിജയ ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുന്നു ചർച്ച. നമസ്കാരം.